ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അൽനോയിമിന്റെ വൈറ്റ് ഊതിന്റെ ആ ഓയിലാണ്. വൈറ്റ് ഊതിന്റെ സ്മെല്ല് നമുക്ക് അറിയുന്നതാണ്. വൈറ്റ് ഊതിന്റെ സ്മെല്ല് എങ്ങനെയാണ് എന്നുള്ളത് ലൈറ്റ് ഫ്രൂട്ടി ആൻഡ് ഫ്ലോറൽ, ചെറിയൊരു ഊത്, നല്ലൊരു അറോമാറ്റിക്, നല്ലൊരു മസ്കി. ഈ നോട്ട്സ് ആണ് എൻ്റെ ഓപ്പണിംഗ് മുതൽ ബേസ് നോട്ട് വരെ കിട്ടുക. അൽനോയിമിന്റെ വൈറ്റ് ഊത് ഒരുപാട് പഴമക്കാർ ഒരുപാടെണ്ണം ഉപയോഗിച്ച നല്ല റിവ്യൂ ഉള്ള ഒരു പെർഫ്യൂമും കൂടിയാണ് അൽനോയിമിന്റെ വൈറ്റ് ഊത് എന്നുള്ളത്. വൈറ്റ് ഊത് നാട്ടിലെ ഏറ്റവും അൽനോയിം വൈറ്റ് ഊത് എന്ന് പറയാൻ നമ്മൾ മുന്നിൽ വരിക അൽനോയിമിന്റെ വൈറ്റ് ഊതാണ്. കാരണം അൽനോയിം വൈറ്റ് ഊത് കൊണ്ടുവന്നതാണ് പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ. അൽനോയിമിൽ എനിക്ക് തോന്നുക ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയ ഒരു പെർഫ്യൂമും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയുന്ന ഒരു പെർഫ്യൂമും അൽനോയിമിന്റെ വൈറ്റ് ഊത് തന്നെ ആവും എന്നുള്ള, അൽനോയിമിന്റെ പ്രത്യേകം അൽനോയിമിന്റെ വൈറ്റ് ഊത് ആവും എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയും നമ്മളൊക്കെ മനസ്സിൽ അതിന്റെ പിക്ചർ എങ്ങനെയാണ്, അതിന്റെ വർക്ക് എങ്ങനെയാണ്, അതിന്റെ ബോട്ടിലിന്റെ മോഡൽ എങ്ങനെയാണ്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലുണ്ട്. അത് ഉപയോഗിക്കാത്തത് വളരെ അപൂർവമാണേനും. ആ അൽനോയിമിന്റെ വൈറ്റ് ഊതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സമയം ലൈറ്റ് സ്മെല്ലായിട്ട് ബ്ലാക്ക് ഊത് വേറെ വരുന്നുണ്ട്, അതിൽ വൈറ്റ് ഊത് വേറെ വരുന്നുണ്ട്, രണ്ടാണ്. ആ ബ്ലാക്ക് ഊത് എവിടെയും അത്ര തന്നെ അറിയപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. വൈറ്റ് ഊത് ഞാൻ പറഞ്ഞു അത്ര അറിയപ്പെട്ട പോലെയാണ് എല്ലായിടത്തും നമ്മൾ കാണാറുള്ളത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും വലിയ ഹൈപ്പ് ആ ഒരു ലൈറ്റ് സ്മെല്ല്, ഒരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ആണ് ഇതിന് ആദ്യം മുതൽ അവസാനം വരെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടതെന്നുണ്ട്. ലൈറ്റ് സ്മെല്ല്, ഒരു ഊത് സ്മെല്ല് ഓപ്പണിങ്ങിൽ കാര്യമായി കിട്ടും. ലാസ്റ്റിങ്ങിന്റെ കാര്യം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 to 6 മണിക്കൂറിന്റെ ഉള്ളിൽ വരെ ലാസ്റ്റിങ് ചെറിയ രൂപത്തിൽ സ്മെല്ല് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ടാവും. ഫുള്ള് എന്നും കിട്ടൂല. മീൻസ് ഒരുപാട് പേര് ചോദിക്കലുണ്ട്, ആദ്യമൊക്കെ നമുക്ക് നല്ല സ്മെല്ല് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തു, പിന്നെ അതിന്റെ സ്മെല്ല് ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നല്ലോ, അതെന്താണ്, അതിന്റെ കാരണം എന്താണെന്നുള്ളത്. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമ്മൾക്ക് കിട്ടാത്തൊരു സ്മെല്ല്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇല്ലാത്തൊരു സ്മെല്ല്, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ സെൻസ് ചെയ്യാത്തൊരു സ്മെല്ലിനാണ് നമ്മൾ പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്, നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സ്മെല്ല് ഏറ്റവും വഴങ്ങി, ആ സ്മെല്ലിന്റെ ആ ഫ്രാഗ്രൻസ് എങ്ങനെയാണ്, അതിന്റെ ഓപ്പണിങ്ങും അതിന്റെ ബേസിനോട്ടൊക്കെ നമുക്ക് കിട്ടൽ തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്മെല്ല് നമ്മുടെ ബോഡിനായിട്ട് വഴങ്ങി നമുക്ക് എന്നും കിട്ടുന്ന സ്മെല്ലായി. അതുകൊണ്ടാണ് നമുക്കത് പ്രത്യേകിച്ച് ക്യാച്ച് ചെയ്യാത്തതും പ്രത്യേകിച്ച് എടുത്ത് കിട്ടാത്തതും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ എണ്ണയും വൈറ്റ് ഊതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെയല്ല, എന്നും ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു പാർട്ടി പെർഫ്യൂം ആയിക്കാണ്ട് നമുക്ക് ഇതിനെ പറയാനും പരിചയപ്പെടുത്താനും പ്രത്യേകിച്ചും പറ്റുകയും ചെയ്യും. ലൈറ്റ് സ്മെല്ല് ആയതുകൊണ്ട് തന്നെ ആർക്കൊരു വിഷമില്ലാത്ത, വെറുപ്പില്ലാത്തൊരു സ്മെല്ല് ആയിക്കാണ്ട് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഇപ്പൊ അൽനോയിമിന്റെ ഒരു അപ്ഡേഷനിൽ അവരൊരു 50 ml ഒരു പെർഫ്യൂം അവർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അൽനോയിമില്. ഇത് അതിന്റെ ഓയിലാണ് ഇങ്ങനെ വരുന്നത്. ഇതിന് 3 ml നമ്മൾ ചാർജ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ബോട്ടിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് 150 rupees ആണ്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യാൻ വീഡിയോക്ക് താഴെ നമ്പർ വെക്കാം.